ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും എന്ത് ചെയ്യുന്നു? ഞാനിന്ന് നിങ്ങൾക്കൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ശ്രീകൃഷ്ണ ജയന്തിയുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് കേട്ടോ. ആക്ച്വലി ഇത് ശ്രീകൃഷ്ണ ജയന്തിക്ക് അന്ന് ഇടേണ്ട വീഡിയോ തന്നെയാണ്, പക്ഷേ എനിക്ക് സമയം കിട്ടിയില്ല എഡിറ്റ് ചെയ്യാനും ഒന്നും. എനിക്ക് സമയം കിട്ടിയില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാൻ വേണ്ടി ലേറ്റ് ആയതേ. നിങ്ങൾക്ക് എല്ലാവരും പറ്റുന്ന രീതിയിൽ വീഡിയോസിലൊന്ന് കാണണേ. നിങ്ങളിപ്പോൾ കാണുന്ന മുളങ്ങേശ്വരം ശിവക്ഷേത്രമാണ് കേട്ടോ. തളിപ്പറമ്പ് തൃച്ചംബരം ക്ഷേത്രം എല്ലാവർക്കും അറിയോ? ശ്രീകൃഷ്ണ ക്ഷേത്രം അതറിയാത്ത ആരും ഇല്ലല്ലോ അല്ലേ? എല്ലാവർക്കും അവിടെ വരേണ്ട ഭാഗ്യം ഉണ്ടായിട്ടുണ്ടോ? ഇതിപ്പോൾ എന്ന് വെച്ചാൽ നമ്മളുള്ളത് തളിപ്പറമ്പ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ്. ഞാൻ മാത്രമല്ലേ, എൻ്റെ കൂടെ നയനിയുണ്ട്. അതുപോലെ തന്നെ പിന്നെ നയനി ഇത് ഇവിടെ തന്നെ വന്നിട്ടുണ്ട്. ശ്രീലക്ഷ്മി ഉണ്ട്, പക്ഷേ ശ്രീലക്ഷ്മി എത്തിയിട്ടില്ല. അതുകൊണ്ട് ഞാനും നയനി മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഞങ്ങൾ അവിടുന്ന് മുളങ്ങേശ്വര ക്ഷേത്രത്തിലൊക്കെ കയറിയിട്ട് അവിടുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് അതിനുശേഷം നമ്മൾ പുറത്തിറങ്ങിയതാണേ. ഏതായാലും ശ്രീലക്ഷ്മി വരുന്നവരെ ടൈമുണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ അമ്പലത്തിനുള്ളിലേക്ക് അങ്ങനെ നടന്നു പോകുമായിരുന്നു. ഇന്നത്തെ ദിവസം എന്തായാലും നമ്മൾ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് വന്നതിന് കാരണം എന്ന് വെച്ചാൽ ശ്രീകൃഷ്ണ ജയന്തി അല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ ഒക്കെ എടുക്കുക, ഒരു റീൽ എടുക്കുക, ഒരു ഡാൻസ് എടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു തീരുമാനത്തിലാണ് നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ച് വന്നതാണേ. ആദ്യമേ തീരുമാനിച്ചിട്ടൊന്നുമില്ല കേട്ടോ, പെട്ടെന്നാണ് തലേദിവസം രാത്രിയാണ് തീരുമാനിച്ചത്. നമുക്ക് ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് നമുക്ക് റീൽ എടുത്തുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളങ്ങനെ വന്നതായിരുന്നു. അപ്പോൾ അമ്പലത്തിനുള്ളിലേക്ക് നമ്മൾ കടന്നേ. അമ്പലത്തിനുള്ളിൽ ചെറിയൊരു കുളക്കെ ഉണ്ടാവുന്നത്, കാലൊക്കെ കഴുകിയിട്ട് ഉള്ളിലേക്ക് കടന്നത്. നിങ്ങളിപ്പോൾ കാണുന്നത് ദുർഗാക്ഷേത്ര ക്ഷേത്രമാണ്. ഈ ക്ഷേത്രമുള്ളത് വെള്ളത്തിന് നടക്കാറുണ്ട്. അത് ചുറ്റും ഒരു കുളം പോലെ നിറയെ വെള്ളമാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് തൊഴുതോട്ടാ. ഈ അമ്പലത്തിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഷോർട്സിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളോട് എല്ലാവരും പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഷോർട്സിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. വിളക്കൊക്കെ കാണിച്ചിട്ട് എല്ലാവരും കണ്ടിനോ തൊഴുതിനോ എന്തൊക്കെയാണ് അവസ്ഥ? എല്ലാവരും എൻ്റെ വീഡിയോസെല്ലാം കാണണം കേട്ടോ. ഷോർട്സെല്ലാം കാണണേ. സമയം കിട്ടുവാണെങ്കിൽ ലൈക്കെല്ലാം കൊടുത്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. അവിടെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. ഒരേപോലത്തെ സാരിയൊക്കെ ഇട്ടിട്ട് കുറേ ഏച്ചിമാരൊക്കെ വരുന്നുണ്ടായിരുന്നേ. ഒന്നാമത് ശ്രീകൃഷ്ണൻ്റെ ആയതുകൊണ്ട് അതിൻ്റെ എന്തെങ്കിലും പരിപാടി അവതരിപ്പിക്കാനായിരിക്കും അവരൊക്കെ വരുന്നുണ്ടാവുക. അപ്പോഴത്തേക്കും ശ്രീലക്ഷ്മി എത്തിയിട്ടാ. അങ്ങനെ ശ്രീലക്ഷ്മി കൂടി നമ്മളോട് ജോയിൻ ആയി. അവളേതോ ഫോണിലൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് അവിടുന്ന് ചന്ദനമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ചന്ദനമൊക്കെ തൊട്ട് കൊടുത്തു. അതിന് ശേഷം നയന പറഞ്ഞു ആ മിസ്സിനും കൂടി ചന്ദനം തൊട്ട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അതിന് ശേഷം പിന്നെ ഞാനും ശ്രീലക്ഷ്മീൻ്റെ അടുത്തേക്ക് പോയി. ശ്രീലക്ഷ്മി എനക്കും ചന്ദനമൊക്കെ തൊട്ട് തന്നു. അത് കുറച്ച് ഡ്രൈ ആയിട്ട് ഉണ്ടായതേ, വെള്ളം അങ്ങനെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ചന്ദനം ഡ്രൈ ആയതുകൊണ്ട് വെക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായെന്ന് തോന്നുന്നു. എന്നാലും വീഡിയോ എടുക്കുകൊണ്ടും നമ്മൾ പിന്നെ എന്തായാലും അതുപോലെ തന്നെ ഒന്ന് ചന്ദനം ചെറിയ രീതിയിലൊന്ന് വെച്ചു എന്ന് മാത്രം. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ചുറ്റും നോക്കി. അപ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്കിപ്പോൾ ഡാൻസ് എടുക്കാനൊന്നും പറ്റും തോന്നുന്നില്ല. കാരണം ശ്രീകൃഷ്ണൻ്റെ ആയതുകൊണ്ട് അവിടുന്ന് റീൽ എടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞങ്ങൾ വന്നത്. പക്ഷേ ഇത്രയും ആൾക്കാരുടെ ഇപ്പോൾ എങ്ങനെ റീൽ എടുക്കുക? അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നേരെ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോയി. അവിടെ ആ കുളത്തിൻ്റെ ആ സൈഡിലായിട്ട് പിന്നെ ചെറിയൊരു പിന്നെ കെട്ടിടം പോലെയൊക്കെ ഉണ്ട്. പണ്ടത്തെ കാലത്തേ ഉള്ളതായിരിക്കുമല്ലോ അതെല്ലാം. പണ്ട് നമ്മൾ സിനിമയിലൊക്കെ കാണുന്നില്ലേ, ഈ കുളത്തിലൊക്കെ ഇറങ്ങുന്നിടത്ത് ചെറിയൊരു കെട്ടിടം പോലെയൊക്കെ ആയിട്ട് അതിലേക്ക് ഇറങ്ങുന്ന ആ രീതിയിൽ തന്നെ ഈ മോഡലുള്ളത്. ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ നമുക്ക് ഭയങ്കര നൊസ്റ്റാൾജിയാണ്. അതിന് ശേഷം നമ്മൾ ആ കുളത്തിൻ്റെ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോ ഒക്കെ എടുത്ത് തിരിച്ച് നമ്മൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് മടങ്ങി വരുന്ന വഴിക്ക് അവിടെ ഒരു വീട് കണ്ടേ. അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്കും നല്ലൊരു പ്രത്യേകത തോന്നി. കാരണം ഇന്നത്തെ കാലത്ത് ഇതുപോലെ വീടൊന്നും നമുക്ക് കാണാനില്ലല്ലോ. അപ്പോൾ അതെല്ലാം നമുക്ക് ഭയങ്കര ഒരു അത്ഭുതം തന്നെയായിരുന്നേ. ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വ്യൂ ആണേ. നിങ്ങൾ തൃച്ചംബരം അമ്പലത്തിലേക്ക് വരുന്നവരാണെങ്കിൽ പിന്നെ തൃച്ചംബരം അവിടെ ഇറങ്ങിയിട്ട് ഈ പടികൾ കയറിയിട്ടാണ് അമ്പലത്തിന് മുമ്പിലേക്ക് എത്തിച്ചേരുക. പക്ഷേ ഞാനും നയനയൊക്കെ വന്നത് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലൂടെയാണ്. കാരണം ഞങ്ങൾ വണ്ടി എടുത്തിട്ടാണ് വന്നത്. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിലൂടെ വരുന്ന സമയത്ത് പിന്നെ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ട് വരാനുള്ള സൗകര്യമൊക്കെ അവിടെ ഉണ്ട്. ഇത് അവിടുത്തെ ചെമ്പകത്തറയാണ്. അവിടെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട് വായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ നമ്മൾ കാണുന്നത് ഊട്ടുപുരയാണ്. സാധാരണ ഞാനിവിടെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇവിടെയാണ് ഭക്ഷണം കൊടുക്കാറുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് അവിടെ പ്രോഗ്രാം നടക്കുന്നതുകൊണ്ട് പിന്നെ അവിടെ സ്റ്റേജൊക്കെ അതിനു വേണ്ടി അവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായതേ. കണ്ടില്ലേ കുറേ ടീംസ്. അതായത് ഇപ്പം ഞാനത് കണ്ടത് എന്തോ സ്മൃതി എന്നൊക്കെ പറയുന്ന എന്തോ ഒരു ടീമാണ്. പയ്യന്നൂരായിട്ടുള്ള ഒരു സ്മൃതി എന്ന് പറഞ്ഞ ടീമാണ് ഇവിടെ ഭജനയൊക്കെ പാടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായത്. ഞാൻ അവരുടെ ഈ ഭജന പാടുന്നത് ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തിന് കേട്ടോ. ഞാനത് ഈ വീഡിയോസിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കത് കേട്ട് നോക്കാം. അതുപോലെ തന്നെ അതിന് ശേഷം നമ്മൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്ന് അവിടെ ശിവൻ്റെ ക്ഷേത്രത്തിൻ്റെ അവിടെയാണ് നമ്മൾ ചെരുപ്പൊക്കെ അഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ച് ബാക്കോട്ടായിട്ട്
ആ ചെരുപ്പിടാൻ വേണ്ടി തിരിച്ചു വന്ന് അതും കഴിഞ്ഞ് നമ്മൾ ശ്രീലക്ഷ്മിനെയും കൂട്ടിയിട്ട് നേരെ ചിറേൻ്റെ അടുത്തേക്ക് പോയി. വലിയ ചിറയാന്ന് കേട്ടോ, കാണാൻ നല്ല സ്റ്റൈലാന്ന്. എൻ്റെ മുന്നത്തെ ഷോർട്സിലെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ ഇങ്ങനത്തെ ചിറ. അതിൻ്റെ പിന്നെ മുകളിൽ നിന്നൊക്കെ ഞാൻ മുന്നേ ഷോർട്സ് എടുത്തിട്ട് അതിൻ്റെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ അവിടുന്ന് നമ്മൾ വാ നമുക്ക് ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് നമ്മൾ എടുത്ത സെൽഫി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. ശ്രീലക്ഷ്മിയും കൂടി ജോയിൻ ആയി നമ്മുടെ കൂടെ. അപ്പോൾ അവിടുന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഡാൻസ് കളിച്ചു നോക്കണമല്ലോ, കാരണം വെറുതെ പോയിട്ട് കളിക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മളെന്ന് വെച്ചാൽ റീല് നമുക്ക് ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യാനൊന്നും സമയമൊന്നും ഉണ്ടായിട്ടില്ലേ. നമ്മളെന്താ ചെയ്യാന്ന് വെച്ചാൽ ഡാൻസ് ഏതാ കളിക്കേണ്ടതെന്നുള്ള ആദ്യമേ തീരുമാനിക്കും. എന്നിട്ട് അത് നമ്മൾ ഗ്രൂപ്പിലൊക്കെ നമ്മൾ ഒരു ഗ്രൂപ്പാക്കി. അപ്പോൾ അതിലേക്ക് നമ്മൾ ആ സോങ്ങൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ ഡാൻസ് ഏതാ പഠിക്കാൻ പറ്റുക എന്നുള്ള അങ്ങനെ തീരുമാനിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ഒരുമിച്ച് ഇതുവരെ കളിച്ചു നോക്കിയിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി വേണം കളിച്ചു നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഡാൻസ് കളിച്ചു നോക്കാമെന്നും പറഞ്ഞിട്ട് നേരെ അതിന് ബാക്ക് സൈഡിൽ ഒരു ചെറിയൊരു നല്ല ഒരു എന്താ പറയുക പഴയ ഒരു വീട് പോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട്. പഴയ വീട് തന്നെയാണ്. അവിടെ നമുക്ക് റെസ്റ്റ് ചെയ്യാനും പെയ്ഡാണേ, റെസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യമുള്ളൊരു വീടാണ്. അപ്പോൾ അവിടുന്ന് എടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ അങ്ങോട്ടേക്കാണ് പോയത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അമ്പലത്തിൻ്റെ ഉള്ളിലെ ഭാഗമാണ്.